ഇനി അടുത്ത സെക്ഷൻ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഡൈനാമിക് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നെക്സ്റ്റ് ഡേയ്സിനകത്ത് നമ്മൾ ആപ്പ് ഫോൾഡറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ പേരാണ് ഞാൻ ബ്ലോഗ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനെ നമ്മളൊരു റൗട്ട് പറഞ്ഞു കൊടുക്കണം. അതിനെ page.tsx എന്ന് പറഞ്ഞ ഫയലായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. പേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഫയൽ റിസർവ്ഡ് സാധനമാണ്. അത് നമ്മൾ ആക്ച്വലി റൗട്ടിങ്ങിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ഡിഫോൾട്ട് ഫംഗ്ഷൻ ബ്ലോഗ് പേജ്. ഇതിനകത്ത് ഞാൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു HTML കണ്ടന്റ് ആയിരിക്കും. ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ഒരു ഹെഡർ കൊടുക്കുക. h1 വെൽക്കം ടു ബ്ലോഗ് പേജ്. സോ ഈ ബ്ലോഗ് പേജിനകത്ത് നമുക്കൊരു ഡിഫറെൻറ്റ് പോസ്റ്റുകൾ കാണും. ഓക്കെ, ചിലപ്പോൾ പോസ്റ്റ് 1, പോസ്റ്റ് 2 അങ്ങനെ ഡിഫറെൻറ്റ് പോസ്റ്റുകൾ നമ്മൾ കാണും. അപ്പോൾ ഞാനിവിടെ 2 പോസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ ലിങ്ക് ആയിരിക്കും ഞാനിവിടെ കൊടുക്കുന്നത്. ലിങ്ക് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഞാനിവിടെ href /blog/post1. അതുപോലെ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം, post 2. അപ്പോൾ മൂന്നാമത്തെ വേണമെങ്കിൽ വരാം, post 3. ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, post 1, post 2, post 3 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, post 3. അപ്പോൾ ഈ ബ്ലോഗ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോസ്റ്റ് 1ലേക്ക് ഡയറക്റ്റ് ഉണ്ട്. ഇപ്പോൾ പോസ്റ്റ് 1 ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ പോസ്റ്റ് 1ലേക്ക് റൂട്ട് ചെയ്ത് പോകണം. അത് പോസ്റ്റ് 2 ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ പോസ്റ്റ് 2-നകത്തോട്ടായിരിക്കും റൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഡിഫറെൻറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ബ്ലോഗിനകത്ത് തന്നെ എനിക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അവിടെ പോസ്റ്റ് 1 എന്ന് കൊടുക്കാം. ഇവിടെ ഞാനിവിടെ പോസ്റ്റ് 1 കൊടുത്തു. അടുത്ത് ഞാനിവിടെ ഞാനിവിടെ ഒരു പോസ്റ്റ് 2 എന്ന് പറഞ്ഞു കൊടുത്തു. അതിന് ഓരോ ഫോൾഡറിലും എനിക്ക് പേജ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഇടാം. പക്ഷേ ഇതൊരു കറക്റ്റ് വേ അല്ല. കാരണം നമുക്ക് ഡിഫറെൻറ്റ് പേജസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതേപോലെ 10 ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് പാടാണ്. ചിലപ്പോൾ ഈ പോസ്റ്റുകൾ നമ്മൾ റിട്രീവ് ചെയ്യുന്നത് ആക്ച്വലി ഡേറ്റാ ബേസ് എന്നായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് മെത്തേഡ് എന്നായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം നമുക്ക് ഇത് ആക്ച്വലി ഈ ഒരു മെത്തേഡ് നമ്മൾ ഒഴിവാക്കാം. അതിന് പകരം നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളൊരു ഫോൾഡറിനകത്ത് ബ്ലോഗ് ഫോൾഡറിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാനിവിടെ ഒരു പേര് കൊടുക്കുക, സ്ലഗ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഈ സ്ലഗ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്ത് ഞാൻ പിന്നെയും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മളിവിടെ റൂട്ട് ചെയ്യണം. ഓക്കെ, അവിടെ ഞാനൊരു page.tsx ഫയലിലോട്ട് പോകും. ആക്ച്വലി ഇതൊരു ബ്ലോഗ്, ഇവിടെ ഒരു page.tsx എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇതേ സെയിം സാധനം തന്നെ ഞാനിവിടെ ഇടുക. ഫംഗ്ഷൻ ഇവിടെ സെയിം തന്നെ ആയിരിക്കും. ഇത് മാറ്റിയിട്ട് വെൽക്കം ടു ബ്ലോഗ് പോസ്റ്റ് പേജ്, ബ്ലോഗ് പോസ്റ്റ് പേജ്. ഓക്കെ, ബ്ലോഗ് ഫോൾഡറിനകത്താണ് ഞാൻ page.tsx എന്ന് ഞാനിവിടെ വെച്ചത്. ഇവിടെയാണ് നമ്മുടെ ലിങ്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ /blog കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ വെൽക്കം ടു ബ്ലോഗ് പേജ് വന്ന് പോസ്റ്റ് 1, പോസ്റ്റ് 2, പോസ്റ്റ് 3 എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് 1 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വെൽക്കം ടു ബ്ലോഗ് പോസ്റ്റ് പേജ്, അതായത് ബ്ലോഗ് പോസ്റ്റ് പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്തു. ഈ blog/post-1, ഈ post-1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് സ്ലഗ് ഫോൾഡറിനകത്താണ് ആക്ച്വലി കൊടുക്കുന്നത്. ഇതാണ് ആക്ച്വലി ഡൈനാമിക് റൗട്ട് എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഏത് ആണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പോസ്റ്റ് 1, പോസ്റ്റ് 2 അത് പല പേരുകൾ വരാം. സോ അങ്ങനെ പല പേരുകൾ വരുന്നതുകൊണ്ട് നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സ്ലഗ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തത്. ഇതാണ് ഡൈനാമിക് റൗട്ട് എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ ഓരോ പോസ്റ്റിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെയിം പേജ് തന്നെയാണ് വരുന്നത്. പോസ്റ്റ്
പോസ്റ്റ് 1 ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്താലും എനിക്ക് ഈ സെയിം പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഏത് ലിങ്കാണ് ക്ലിക്ക് ചെയ്യുന്നത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോൾഡറിനകത്ത് സ്ലഗ് ഫോൾഡറിനകത്ത് പേജ് ഫയലിനകത്തോട്ട് വരിക. അതിൽ നമ്മളൊരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യും. അതാണ് പാരാംസ് എന്ന് പറഞ്ഞാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ TSX ആയതുകൊണ്ട് നമ്മൾ ഇനി എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുക്കേണ്ടത്. ബൈൻഡിങ് എലിമെന്റ് ഹാസ് ആൻ എനി ടൈപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പാരഗ്രാഫിനകത്ത് നമ്മളിവിടെ params dot plug എന്ന് പറഞ്ഞ് കൊടുക്കാം. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, unhandled. Params is not defined. ഓക്കെ, ഇവിടെ പോസ്റ്റ് 1 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പോസ്റ്റ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പോസ്റ്റ് 2 ആയിരിക്കും വരുന്നത്. പോസ്റ്റ് 3 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പോസ്റ്റ് 3 വരുന്നത്. സോ ഈ URL നമ്മൾ ഇവിടെ സ്ലഗിൻ്റെ ഈ വാല്യൂ നോക്കിയിട്ടാണ് ഇവിടെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് തരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് റോഡ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിനകത്ത് ഇടാം. ഓക്കെ.